ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മുരിങ്ങയുടെ ചായയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് ഡയറ്റിന് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ ഡാമേജ് ആയ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും വൈറ്റമിൻ എ, സി, അയേൺ, ബ്ലഡ് പ്രഷറിനെ നോർമലാക്കാനും കൂടാതെ മസിൽ ബിൽഡിങ്ങിനും ബോൺ ഡെൻസിറ്റി കൂട്ടാനും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇത് മുരിങ്ങക്കായ കഴിച്ചാൽ മതിയോ എന്ന് ചോദിക്കും. അതെ, മുരിങ്ങക്കായ കഴിച്ചാൽ മതി, മുരിങ്ങയുടെ ഇല കഴിച്ചാൽ മതി. അപ്പോൾ സർവ്വ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒന്നാണ് മുരിങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇലയും പൂവും കായയും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനതിൻ്റെ മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഈ ഓസ്റ്റിയോപൊറോസിസ് വന്നിട്ട് പലരും നീ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അതിന് പതിവായി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ബെല്ലി ഫാറ്റൊക്കെ ഉണ്ടെങ്കിലും മാറ്റാനും ഇതിന് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പതിവായി കഴിക്കുന്നത് ഒരു ചായയായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ചായയായി കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തുമണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അരിഞ്ഞു വെച്ച മുരിങ്ങയിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അരിഞ്ഞ രീതി കണ്ടല്ലോ, ഇങ്ങനെ ഒന്ന് നടുവിളർന്നിട്ട് വളരെ കനം കുറച്ച് ഇങ്ങനെ അരിയുക. എന്നിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട്. കുറച്ച് നേരം തന്നെ അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വരണം. ആ രീതിയിൽ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം വേണ്ടു. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും അത് തിളയ്ക്കും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുരിങ്ങയുടെ കുരു ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ തിളപ്പിച്ചിട്ട് നമ്മൾ ആ കുരു അതിൻ്റെ അകത്ത് വീണ് കിടപ്പുണ്ടാവും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളതുകൊണ്ട് അത് റെഡ്യൂസ് ആവുന്നത് ചെറുതാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നിങ്ങളുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്കുള്ള രോഗങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത് തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് അതിൽ അരിച്ച് വീണ്ടും ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ജീരകം ഇടാം. അപ്പോൾ ജീരകമല്ല, ചുക്കിടാം, ഇഞ്ചി ഇടാം, അതുപോലെ തന്നെ ഏലക്കായ, പട്ട, ഇത് എന്തും വേണമെങ്കിലും ഇടാം. അതുപോലെ ചായ വേണമെങ്കിൽ ചായ ഇടാം, അതിലേക്ക് കാപ്പി ഇടാം. അപ്പോൾ ചായയാണ് ഇട്ടിട്ടുള്ളത്. ഇനി അത് നന്നായിട്ട് തിളച്ചു. അപ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് അരിച്ച് ഒരു ജാറിലേക്ക് ഒഴിച്ചാൽ ആവശ്യാനുസരണം നമുക്ക് ഈ ചായ കുടിക്കാം. ആവശ്യാനുസരണമല്ല, 1 കപ്പ് ചായ. അത് മരുന്നാണല്ലോ, അപ്പോൾ 1 കപ്പ് ചായ കുടിക്കാം. അപ്പോൾ അത് കാലത്താവാം, ഉച്ചയ്ക്കാവാം, വൈകിട്ടാവാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ മുരിങ്ങ എന്ന് പറയണത് നിസ്സാരക്കാരനല്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒന്നുകിൽ ഉണക്കി പൊടിച്ച് വയ്ക്കുക, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് സൂക്ഷിച്ച് ഒരു പിടിയെടുത്ത് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പുറത്തേക്ക് ഇറങ്ങി, ചായയൊക്കെ കുടിച്ചു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് വെയിലുള്ള ദിവസമാണ്. മഴയൊക്കെ പോയല്ലോ. പിന്നെ 2 ദിവസമായിട്ട് ഒരു മഴയുടെ ഒരു കാരൊക്കെ കാണുന്നുണ്ട്. മഴ പെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പെയ്ത് കഴിഞ്ഞാൽ മാങ്ങയ്ക്കൊക്കെ ഒന്നും ഗുണമല്ല, അതിലൊക്കെ ഇങ്ങനെ കേടുവരും മാങ്ങയ്ക്ക്. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഒരു പപ്പായ കണ്ടോ, ഗോൾഡൻ പപ്പായ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പപ്പായ ഉണ്ട് ഇവിടെ. അത് പഴുത്ത് നമ്മൾ കഴിച്ചിട്ടില്ല, ഇതുവരെ മൂത്ത് കിട്ടിയിട്ടില്ല. ഇങ്ങനെ വേണ്ട, നല്ല ഭംഗിയാണ്. നമ്മളെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മളിങ്ങനെ അടുത്തായിട്ടേ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും ചോദിക്കും ഇങ്ങനെ വരുമ്പോൾ, ഇത് എന്ത് പപ്പായ എന്ന് ചോദിക്കും. ഗോൾഡൻ പപ്പായ എന്ന് പറയുമ്പോൾ ഒരു അതിശയത്തോടു കൂടി നോക്കാറുണ്ട് പലരും. അപ്പോൾ അടിയിൽ തൊട്ട് തന്നെ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അതിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട കായ, പക്ഷെ വളരെ ശ്രദ്ധിക്കുക. അതായത് വളമൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കായ പിടിക്കും കേട്ടോ. കോഴി ഒച്ചയെടുക്കുന്നുണ്ട്, മുട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു മുട്ടിയിട്ടിട്ടുണ്ട്, എടുത്തിട്ട് പോവാം കേട്ടോ. അപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു മുട്ട.
അപ്പോൾ എൻ്റെ ചീരത്തോട്ടം കണ്ടോ, ചീര ഒരു നേരം കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഒരു നേരമല്ല, 2 നേരമല്ല, 3 നേരം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ചീര ഉണ്ടാവണ സമയമാണ്. മഴ പെയ്ത് കഴിഞ്ഞ് വിത്തൊക്കെ മുളച്ച് തനിയെ മുളച്ചുണ്ടാവണത് ചീരയൊക്കെയാണ് ഇട്ടത്. അപ്പോൾ അതങ്ങനെ നമ്മൾ കുറേ നേരമായി ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചായ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.